നല്ലൊരു വീട്. ഏത് വീടാണോ എന്തോ, ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട് ഈ ഗാർഡൻ. അത് വേറെ ആരുടെയും വീടല്ല, ഞങ്ങളുടെ വീട് തന്നെ. കുറച്ച് റോസാപ്പൂക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇത് കുറച്ച് നാൾ മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണേ. നിങ്ങളിതിൻ്റെ ഷോർട്സൊക്കെ കണ്ടു കാണും. എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തു. എന്നാ പറയുക, ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. 2 പേരെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും ഉച്ചയും കൂടെ ഒന്ന് റിലാക്സ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. പണ്ട് ഇവരുണ്ടാവുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാ ദിവസവും ഇല്ല, പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ നടക്കാൻ പോകുമായിരുന്നു. അപ്പൂസ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നടപ്പൊക്കെ കുറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തത്, ഓക്കെ ലൈഫൊക്കെ ചേഞ്ചായി, ഇനി പഴയ പോലെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. ഈ നടപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്, പഴയ പോലെയൊക്കെ ഒന്നും പറ്റില്ലല്ലോ എന്നുള്ളത്. പക്ഷേ പപ്പയും മമ്മിയുടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട്. അപ്പോൾ പപ്പയും അമ്മയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നടക്കാൻ പോകുമായിരുന്നു. എങ്കിലും ആ പഴയ എന്താ പറയുക, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ തോന്നുന്ന പോലെ നടക്കുക, തോന്നുന്ന പോലെ വരിക, ആ പരിപാടിയൊന്നും നടക്കത്തില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ 2 പേരും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ലാലാല പാടി നടക്കുന്ന കണ്ടിട്ട് ഒരു ചേട്ടൻ പറയുമായിരുന്നു, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുമായിരുന്നു, ഓക്കെ ഇപ്പം ഇങ്ങനെ നടന്നോ, ഒരു കൊച്ചൊക്കെ ആവട്ടെ എന്ന്. അപ്പം ഞങ്ങൾക്കിത് മനസ്സിലായില്ല എന്താ പുള്ളി പറയുന്നതെന്ന്. ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇപ്പോൾ കല്യാണം കഴിച്ച് പുതുതായിട്ട് വരുന്നവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് സെയിം ഡയലോഗാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ നടന്നോ, പിള്ളേരൊക്കെ വരട്ടെ. പക്ഷേ അവർക്ക് മനസ്സിലാവില്ല എന്താ നമ്മൾ പറയുന്നതെന്നുള്ള കാര്യം. ആ ഒരു സ്റ്റേജിലെത്താതെ മനസ്സിലാവില്ല. ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് തീരെ മോശമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നല്ല കേട്ടോ ഞാനീ പറഞ്ഞു വരുന്നത്. കുട്ടികളുണ്ടാവുന്നതും അവരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും കളിക്കുന്നതും എല്ലാം സൂപ്പറാണ്, നല്ലതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഇവിടെ എന്താ പറയുക, വീട്ടിൽ നിന്ന് ഓഫൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് മിസ് ചെയ്യാറുണ്ട്. എനിക്കങ്ങ് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഫീലിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ, ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ അടിനാശം വെള്ളപ്പൊക്കമായിരിക്കും കേട്ടോ. അത് വേറൊരു കാര്യം. എന്താ പറയുക, അപ്പോൾ ഇച്ച പറയുക, ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നൊരു വീടാണ്, നീ വന്നപ്പോൾ തുടങ്ങി 2ൻ്റെയും എന്താ പറയുക ഷാഢ്യവും കരച്ചിലും വാശി പിടിക്കലും ഒക്കെയെന്ന്. എന്തായാലും ഇതെല്ലാം എന്താ പറയുക, ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ പേരൻറ്റിങ് വീഡിയോയും ഒക്കെ കണ്ട് പരമാവധി നല്ല പേരൻ്റ് ആവാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്താറ്. പക്ഷേ ഒന്നും നടക്കാറില്ല, നടത്താനുള്ള ശ്രമം അതാണ്. ആരോ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങളാ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പേരൻ്റാന്നല്ലേ പറഞ്ഞേ. അതിവിടെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ചത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അവിടെ കുറേ റോസാപ്പൂക്കൾ നിൽപ്പുണ്ടേ. അവരെ ശല്യം ചെയ്യാതെ അവരറിയാതെ ഒരു ഗാർഡൻ ടൂറാണ് നടന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ പേരൻറ്റിങ്. എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഏകദേശം എൻ്റെ ഏജിലുള്ള 25-നും 35-നും ഇടയ്ക്കുള്ളവർ. എൻ്റെ ഏജ് ഏറ്റവും അവസാനത്തെ ലൈനിലാണെങ്കിലും ഞാനും ആ ഒരു റേഞ്ചിലുള്ളതാണ്. ഈ പേരൻറ്റിങ്ങിനെ പറ്റി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വഴിയോരത്ത് ചുമ്മാ നിൽക്കുന്ന പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിത് കാണാൻ പോകണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായേ. എന്തായാലും അതിലേക്കൂടെ പോകാൻ പറ്റി. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണേ. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവരിങ്ങനെ ഇതിൻ്റെ വിത്തുകൾ ഇട്ടിട്ട് അതിങ്ങനെ കിളുത്ത് വന്ന് ഫുള്ള് പൂ ഉണ്ടായി നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ്. ഇത് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും അത് അവിടെ നിൽക്കും കുറേ നാളും. ഇത് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പാണേ, ഏറ്റവും അടുത്തതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റും കൊണ്ടുവരണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഷോപ്സാണ്. അപ്പോൾ അതിൻ്റെയും പുറകിലായിട്ടാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ ഈ നടക്കാൻ പോക്കിലാണ് ഞങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പുറത്തു വരുന്നത്. ഞങ്ങളുടെ ഐഡിയാസും എന്താ പറയുക, പുതിയ വീട് വെപ്പും പുതിയ കാറ് മേടിയരും എല്ലാം നടക്കുന്നത് ഈ ഒരു നടപ്പിലാണ്. ഒരു നടപടിയില്ലാത്ത പ്ലാനുകളായിരിക്കും. പിന്നെ ആ പ്ലാനുകളൊക്കെ പുറത്തു വരണമെങ്കിൽ അടുത്ത ദിവസം അടുത്ത നടപ്പിന് പോകണം. അവിടെ നോക്കിയപ്പോൾ മുന്തിരി പോലെ എന്തോ കിടക്കുന്നത് കണ്ട്, അറിയില്ല മുന്തിരിയാണോന്ന്. കണ്ടോ, മുന്തിരിയുടെ ഇല. പക്ഷെ ഇതെന്ത് സാധനം, മുന്തിരി അല്ല, മുന്തിരി പോലെ. അങ്ങനെ ഞങ്ങൾ പെരുവെയിലത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി വന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്, ഇതാണ് ഞങ്ങളുടെ ഗാർഡനിൽ നല്ല റോസാപ്പൂക്കളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയി. അപ്പോൾ റോസാപ്പൂക്കൾ 1 by 1 കാണിക്കാനൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കമൻറ്റ് ഇല്ലായിരുന്നു, 1-2 കമൻറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ മഞ്ഞ റോസാപ്പൂവിനെ കാണിക്കാം. മഞ്ഞ റോസാപ്പൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനെ ഈ പൂ ഫുള്ള് വിരിയുന്നതിന് മുന്നേ കാണാനാണ് ഭംഗി. ഈ ഇപ്പോൾ കാണിച്ചതിലും കുറച്ചും കൂടെ മുന്നേ കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളുടെ ഗാർഡൻ വീഡിയോസും ചെറിയ അല്ലാത്ത കൊച്ചു സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.